നിങ്ങളുടെ കണ്ണുകൾ മെല്ലെ അടച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ നാഭിയുടെ മുകൾ ഭാഗത്തേക്ക് വാരിയെല്ലുകൾ ചേരുന്നിടത്തേക്ക് കൊണ്ടുവരിക. ഇതാണ് മണിപ്പൂര ചക്രയുടെ സ്ഥാനം. ശ്വാസമെടുക്കുമ്പോൾ ഈ ഭാഗം ചെറുതായി വികസിക്കുന്നതും പുറത്തു വിടുമ്പോൾ സങ്കോചിക്കുന്നതും ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഒരു ശക്തമായ തീവ്രമായ ഊർജ കേന്ദ്രത്തിൻ്റെ മുന്നിലാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ മണിപ്പൂര ചക്രയുടെ സ്ഥാനത്ത് ജ്വലിക്കുന്ന ഒരു അഗ്നിഗോളം കാണുക. ഇതൊരു ശാന്തമായ തീയാണ്. നിയന്ത്രിതവും ലക്ഷ്യബോധമുള്ളതും ഊഷ്മളത നൽകുന്നതുമായ തീ. അഗ്നിയുടെ നിറം സ്വർണ്ണ നിറവും ഓറഞ്ചും മഞ്ഞയും കലർന്നതാണ്. ഈ അഗ്നി നിങ്ങളുടെ ഉള്ളിലെ ശക്തിയുടെ, ആത്മവിശ്വാസത്തിൻ്റെ, ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. നിങ്ങൾ ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ഈ അഗ്നിക്ക് പുതിയ ഊർജം ലഭിക്കുന്നതായി സങ്കല്പിക്കുക. ഈ ശ്വാസം പ്രപഞ്ചത്തിൻ്റെ ശുദ്ധമായ ഇച്ഛാശക്തിയാണ്. നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സംശയങ്ങളെയും ഭയങ്ങളെയും അലസതയെയും കരിഞ്ഞ പുകയായി അഗ്നിക്ക് പുറത്തേക്ക് തള്ളിക്കളയുന്നതായി കാണുക. ഈ അഗ്നിയിൽ നിന്ന് ഒരു ഊഷ്മളമായ ചൂട് നിങ്ങളുടെ ശരീരമാസകലം വ്യാപിക്കുന്നതായി അനുഭവിക്കുക. ഈ ചൂട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കുമുള്ള പ്രേരണയാണ്. നിങ്ങളുടെ ഉദരം, നെഞ്ച്, കൈകാലുകൾ എന്നിവയെല്ലാം ഈ ഊഷ്മളമായ ശക്തിയാൽ നിറയുന്നു. നിങ്ങൾ ശക്തിയും ചൈതന്യമുള്ളവരുമായി മാറുന്നു. മണിപ്പൂര ചക്രയുടെ ബീജമന്ത്രമായ രം 3 അതിലധികമോ തവണ മനസ്സിൽ ആവർത്തിക്കുക. ഓരോ തവണ രം എന്ന് പറയുമ്പോഴും അഗ്നി കൂടുതൽ ജ്വലിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ അഗ്നിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വാക്യങ്ങൾ മനസ്സിലോ ശബ്ദത്തിലോ ആവർത്തിക്കുക. എൻ്റെ ഇച്ഛാശക്തി ശക്തമാണ്. എനിക്ക് എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിയും. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ധൈര്യത്തോടെ മുന്നോട്ടു പോകുന്നു. ഞാൻ പൂർണ്ണമായും എൻ്റെ ശക്തിയുടെ ഉടമയാണ്. അഗ്നിയെ ശാന്തമായി ഒരു ചെറിയ ജ്വാലയായി മാറാൻ അനുവദിക്കുക. ഈ ജ്വാല എന്നും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അതൊരു ശക്തിയുടെ കവചമായി നിങ്ങളുടെ മണിപ്പൂര ചക്രയിൽ നിലകൊള്ളുന്നു. ഒരു ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ വിരലുകളും കാൽവിരലുകളും പതിയെ ചലിപ്പിക്കുക. കൈപ്പത്തികൾ തമ്മിൽ ഉരസി ചൂടാക്കി കണ്ണുകളിൽ വയ്ക്കുക. സാവധാനം കണ്ണുകൾ തുറക്കുക.